അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് ഈ ഒരു മനുഷ്യനെ കണ്ടോ? ഇയാളുടെ പേര് സുരേഷ് കുമാർ. തമിഴ്നാട് തിരുനെൽവേലിക്കാരനാണ് കേട്ടോ. കഴിഞ്ഞ ഏകദേശം ഒരു 1.5 വർഷം മുമ്പ് ഇദ്ദേഹത്തിനെ നമ്മുടെ കൊല്ലം പ്രസ് ക്ലബിന് താഴെ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന നിലയിൽ കാണുകയായിരുന്നു. അപ്പോൾ അന്ന് നമ്മുടെ മാധ്യമ പ്രവർത്തകരായ സുഹൃത്തുക്കളും അതുപോലെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറും ഒക്കെ ചേർന്ന് ഇദ്ദേഹത്തെ നമ്മുടെ ശക്തികുളങ്ങര ഗണേശേട്ടനെ ഏൽപ്പിച്ചു വിട്ടു. അങ്ങനെ ഗണേശേട്ടൻ ഇദ്ദേഹത്തെ നേരെ നമ്മുടെ സമിതിയിലെത്തിച്ചു. സമിതിയിലെത്തിച്ചപ്പോഴും ഇദ്ദേഹത്തിൻ്റെ മാനസിക നില വളരെയധികം തകരാറിലായതുകൊണ്ട് തിരുവനന്തപുരത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിലെത്തിക്കുകയും ചികിത്സ നൽകുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഇദ്ദേഹത്തെ വീണ്ടും സമിതിയിലെത്തിച്ചു. ഇദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള പരിചരണമൊക്കെ നൽകി. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ അസുഖം പൂർണ്ണമായും ഭേദമായി. അദ്ദേഹം അങ്ങനെ ബന്ധുക്കളുടെ വിവരങ്ങളൊക്കെ പറഞ്ഞു. ആ ബന്ധുക്കളെയൊക്കെ അങ്ങനെ ഇന്ന് വിളിച്ചു വരുത്തി. അങ്ങനെ അദ്ദേഹം ഇന്ന് ബന്ധുക്കൾക്കൊപ്പം സ്വന്തം നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ശക്തികുളങ്ങര ഗണേശേട്ടനോടും അതുപോലെ സമിതിയുടെ എല്ലാ അംഗങ്ങളോടും ഒക്കെ അദ്ദേഹം നന്ദി പറഞ്ഞു കേട്ടോ. കാരണം ഒരു പുതിയ ജീവിതത്തിലേക്ക് പോവുകയാണ്. ഇനി ഒരിക്കലും ഞാൻ പഴയതുപോലെ ഉണ്ടാവില്ല. പണ്ട് ഞാൻ ഒരുപാട് മദ്യവും അതുപോലെ കുറച്ച് ലഹരി വസ്തുക്കളും ഒക്കെ ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ അത് കാരണമാണ് എനിക്ക് ഈ ഒരു അവസ്ഥ വന്നത്. ഇനി ഞാൻ ഒരിക്കലും അത് തൊടത്ത പോലുമില്ല. ഒരു ലഹരിയും ഞാൻ ഇനി ഉപയോഗിക്കില്ല. ഞാൻ ഇനി ഒരു പുതിയ മനുഷ്യനായിരിക്കും. എനിക്ക് ഒരുപാട് പാഠങ്ങളാണ് ഈ സമിതിയിൽ നിന്ന് കിട്ടിയത്. അതുകൊണ്ട് ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു പഴയ അവസ്ഥയിലേക്ക് പോകില്ല. എനിക്കിനി ഒരു പുതിയ ജീവിതമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ നിന്നും വികാരഭരിതനായി യാത്ര തിരിച്ചത് കേട്ടോ. തീർച്ചയായും ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളെയാണ് നമ്മുടെ ശക്തികുളങ്ങര ഗണേശേട്ടൻ എന്ന മനുഷ്യസ്നേഹി ഇതുപോലെയുള്ള അഭയകേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുകയും അതുപോലെ അവരുടെയൊക്കെ അസുഖമൊക്കെ പൂർണ്ണമായി ഭേദമാകുമ്പോൾ അവരുടെ വീടുകളിലേക്കൊക്കെ എത്തിക്കുന്നത്. ഏതായാലും നല്ലൊരു വാർത്ത തന്നെയാണ്.